നമസ്കാരം. അത്തം 2026 അത്തം നക്ഷത്രം 2026 എന്ന് പറയുന്നത് അത്തം നക്ഷത്രക്കാർക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളുമൊക്കെ മാറി പുതിയ ഒരു ഉണർവ് വന്നു ചേരുന്നതാണ്. എങ്കിലും ഏതൊരു കാര്യത്തിനും ഒന്നോ രണ്ടോ വട്ടം പരിശ്രമിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. പ്രൊഫഷണൽ ഗ്രോത്തും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ നൽകുന്ന ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ഇല്ലാതിരുന്നവർക്ക് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ആരോഗ്യ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. എഡ്യൂക്കേഷണലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ബിസിനസ്സൊക്കെ നടത്തുന്ന അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നടത്തുന്നവർക്കൊക്കെ നല്ല ഒരു അനുകൂലമായ സമയം തന്നെയാണ്. ഇമോഷണലായിട്ടുള്ള ഇഷ്യൂസൊക്കെ നിയന്ത്രിക്കുന്നത്, വളരെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുകൊണ്ട് ക്ഷിപ്രകോപം അതുപോലെ തന്നെയുള്ള വൈകാരിക പ്രവൃത്തികളൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നന്നായിരിക്കും. കർമ്മരംഗവുമായിട്ട് കർമ്മരംഗത്ത് ധാരാളം സ്ട്രെസ്സ്, ഫിനാൻഷ്യലി മെൻ്റലി സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല രംഗത്തും ധാരാളം തലവേദനകളൊക്കെ അനുഭവയോഗ്യമാകുമെങ്കിലും വർഷ അവസാനത്തോടുകൂടി പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാനും അതിനെ തരണം ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് വിചാരിച്ചതിൽ നിന്ന് നിങ്ങൾ പിന്മാറേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ല മനോബലത്തോടു കൂടി ഇതിനെയൊക്കെ നേരിടാനും വെല്ലുവിളിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. വിദഗ്ധ അഭിപ്രായവും ഉന്നതരായിട്ടുള്ള ഇടപെടലുകളും സംസാരവും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും തലയൂരാനും അതിൽ നിന്ന് മുക്തി നേടാനും ഒക്കെ സാധിക്കുന്നതാണ്. എല്ലാവരുടെ ആശയങ്ങളൊക്കെ സമന്വയിപ്പിച്ച് പുതിയ ഒരു പ്രവർത്തന രംഗം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ധാരാളം വിദഗ്ധ അഭിപ്രായങ്ങൾ തേടുന്നത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് 2026 ഉയർച്ചയ്ക്ക് വളരെ നന്നായിരിക്കും. പൊതുവെ അത്ത നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടം തന്നെയാണ് കടന്നു പോകുന്നത്. എങ്കിലും ഭഗവാനെ കൂടുതൽ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഈശ്വരചിന്ത, മഹാദേവനെ പ്രാർത്ഥിച്ച് ഈശ്വരചിന്ത വളർത്തുന്നതുകൊണ്ട്, ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കുന്നതുകൊണ്ട്, തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ശിവന് ധാര നടത്തുന്നതുകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിവെക്കാൻ സാധിക്കുന്നതാണ്. ചിത്തിര നക്ഷത്രം 2026 നിങ്ങൾക്ക് ഈ വരുന്ന വർഷം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക രംഗത്ത് പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിച്ചവർക്ക് അത് നിർത്തിവയ്ക്കുകയോ അല്ലെങ്കിൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചവർക്ക് പുതിയതായിട്ട് തുടങ്ങാനൊക്കെ പല കാര്യങ്ങളും കൊണ്ടുവരാനൊക്കെ കഴിയുന്നതാണ്. നിങ്ങളുടെ ആ ആത്മബലം കൊണ്ടും അതുപോലെ സമയോചിതമായ പ്രവർത്തികൾ മൂലം കർമ്മരംഗത്ത് പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വർഷമാണ് 2026. നിങ്ങളുടെ സമ്പാദ്യശീലമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ്. ഈ വർഷം നമുക്ക് ഓർമ്മിക്കാനും ഓർത്തിരിക്കാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങളോ സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാൻ അവസരം വന്നു ചേരുന്നുണ്ട്. കലാപരമായിട്ടുള്ള കഴിവുകളോ കലാകാരന്മാർക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ്. കലാപരമായിട്ട് നാടക സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന വർഷമാണ്. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതോടുകൂടി വരവും ചിലവും തുല്യമായി കൊണ്ടുപോകാൻ കഴിയുന്ന വർഷം തന്നെയാണ്. ഡാൻസ്, പാട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ നല്ല ഒരു വർഷം തന്നെയായിരിക്കും. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്നതാണ്. വൈകാരികമായിട്ട് എടുക്കുന്ന പല തീരുമാനങ്ങളും ദോഷം വരുത്തുമെന്നുള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ വട്ടം ആലോചിച്ച ശേഷം തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നത് നന്നായിരിക്കും. വാഹന ഉപയോഗം വളരെ ശ്രദ്ധയോടെ വേണം. അശ്രദ്ധ വരുത്തരുത്. വാഹന അപകടം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. അർദ്ധരാത്രി സമയങ്ങളിലൊക്കെ വാഹന ഉപയോഗം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. പൊതുവെ ചിത്തിര നക്ഷത്രക്കാർക്ക്, 2 കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ്. കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് മഹാദേവനെ ക്ഷീരധാര, ജലധാര, കൂവളമാല അർച്ചനയൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ പ്രദോഷ വ്രതം നോക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ചോതി നക്ഷത്രം 2026 ഈ നക്ഷത്രക്കാർക്ക് മിക്കവാറും ഈ ഒരു വർഷം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവർക്ക്, യാത്ര ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുന്നതാണ്. വസ്തുവോ വാഹനമൊക്കെ സ്വന്തമാക്കാൻ, വീട് വാഹനമൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് യോഗം വന്നു ചേരുന്നുണ്ട്. വ്യവസായ രംഗത്തെ പല മാറ്റങ്ങളും ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നതാണ്. കർമ്മരംഗത്തെ പല പ്രതിബന്ധങ്ങളെയും നേരിട്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന വർഷം തന്നെയാണ്. സ്ഥാനമാന ലാഭം, സ്ഥാനാന്തര പ്രാപ്തി, സാമ്പത്തിക ആദായവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മത്സര പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് അതിൽ വിജയം കണ്ടെത്താവുന്നതാണ്. 5ലെ രാഹുവിൻ്റെ സ്വാധീനവും അപ്രതീക്ഷിതമായ ലാഭം കൊണ്ടുവരുന്നതാണ്. ലോട്ടറി അതുപോലെ ചിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ക്രിയാത്മകമായിട്ട് കണ്ടുപിടുത്തങ്ങൾ സാങ്കേതിക രംഗത്ത് നടക്കുന്നതാണ്. പ്രണയകർത്താക്കൾ തമ്മിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിംഗ് മൂലം നിങ്ങൾക്ക് വേർപിരിയേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ പ്രഭാവങ്ങൾ ചെലുത്തുന്നത് മൂലം വ്യക്തി താല്പര്യങ്ങളുടെ ആ ഒരു
നിങ്ങളുടെ എടുപ്പും മട്ടും കെട്ടും ഒക്കെ കൊണ്ട് ആ വാക്കും പ്രവൃത്തിയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് കൂടുതൽ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നൊരു വർഷമാണ് 2026.